നമസ്തേ. രാമായണ പാരായണം 27-ാം ദിവസത്തെ സംക്ഷിപ്ത രൂപത്തിലേക്ക് നമുക്ക് നോക്കാം. യുദ്ധത്തിൽ ഇന്ദ്രജിത്തിനാൽ ആപത്തിൽപ്പെടാത്ത വിഭീഷണൻ, ഹനുമാൻ, സാംബവാൻ എന്നിവർ ഒന്നിച്ചു ചേർന്നു. ജാംബവാൻ ഹനുമാനോട് കൈലാസ സന്നിധിയിലുള്ള ഋഷഭപർവ്വതത്തിൽ പോകുവാൻ നിർദ്ദേശിക്കുന്നു. അവിടെയുള്ള 4 ദിവ്യ ഔഷധങ്ങൾ കൊണ്ടുവന്നാൽ മരിച്ചവരെ ജീവിപ്പിക്കാം എന്ന് പറയുകയാണ്. വിശല്യകരണി, സന്ധാനകരണി, സുവർണകരണി, മൃത്യു സഞ്ജീവനി എന്നിവയാണ് ആ മരുന്നുകൾ. പർവ്വതതുല്യ ശരീരയായി വായുവേഗത്തിൽ മാരുതി ഋഷഭപർവ്വതത്തിൽ എത്തി. ഇതേ സമയം മാരുതി ഔഷധത്തിനു വേണ്ടി പോയ വിവരമറിഞ്ഞ രാവണൻ മാരുതിയുടെ യാത്രയ്ക്ക് കാലവിളംബരം വരുത്തുവാനായി കാലനേമി എന്ന രാക്ഷസനെ കാണുകയാണ്. ശ്രീരാമഭക്തനായ കാലനേമി ഭക്തിയോടുകൂടി പരബ്രഹ്മയുക്തനായി ഭഗവാനെ ധ്യാനിച്ച് മുക്തി പ്രാപിക്കാനും ജന്മജന്മാന്തരത്തിലുള്ള കൽമഷങ്ങളൊക്കെ ഒഴിഞ്ഞ് മായാഗുണങ്ങളാൽ വിമുക്തനാകാനും രാവണനെ ഉപദേശിക്കുകയാണ്. ക്രുദ്ധനായി കാലനേമിയെ കൊല്ലാൻ രാവണൻ വാളോങ്ങുമ്പോൾ മാരുതി തടസ്സം സൃഷ്ടിക്കാൻ പോകുവാനായിട്ട് തയ്യാറാകുകയാണ്. മുനിയുടെ വേഷത്തിൽ ഹിമവൽ സാനുവിൽ മായയാൽ നിർമ്മിച്ച ആശ്രമത്തിൽ കാലനേമി മാരുതിയെ സ്വീകരിക്കുന്നു. മായാവിയായ രാക്ഷസനാണെന്ന് തിരിച്ചറിഞ്ഞ മാരുതി കാലനേമിയെ വധിച്ച് ഔഷധം സ്ഥിതി ചെയ്യുന്ന പർവ്വതത്തെ അടർത്തിയെടുത്തുകൊണ്ട് ശ്രീരാമസന്നിധിയിലേക്ക് എത്തുകയാണ്. ഔഷധത്തിൻ്റെ കാറ്റുതട്ടിയ സമയം തന്നെ എല്ലാവരും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി എഴുന്നേൽക്കുകയാണ്. വീണ്ടും രാക്ഷസപ്പടയും വാനര സൈന്യവുമായി ഘോരയുദ്ധം നടക്കുകയാണ്. ഈ സമയം മേഘനാഥൻ മായാസീതയുമായി വന്ന് വാനന്മാരുടെ മുമ്പിൽ വച്ച് വെട്ടിക്കൊല്ലുവാൻ ഒരുമ്പിടുന്നു. ഈ വിവരം മാരുതി രാമനെ അറിയിക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ മോഹിച്ച് വീഴുന്നു. അപ്പോൾ അവിടെ എത്തിയ വിഭീഷണൻ മായാസീതയാണെന്നുള്ള വിവരം പറയുകയാണ്. മോഹം വിട്ടെഴുന്നേറ്റ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് മേഘനാഥനെ വധിക്കാൻ അരുളി ചെയ്യുകയാണ്. 3-ാം ദിവസത്തെ യുദ്ധത്തിനൊടുവിൽ ഇന്ദ്രാസ്ത്രം എയ്ത് ലക്ഷ്മണൻ മേഘനാഥനെ വധിക്കുന്നു. എത്ര വീരനായാലും ദൈവീക ശക്തിക്ക് മുൻപിൽ ആസുരികത പരാജയപ്പെടും. ഇതാണ് നമ്മുടെ 27-ാം ദിവസത്തെ രാമായണ പാരായണത്തിന്റെ സംക്ഷിപ്ത രൂപത്തിലുള്ളത്. ഇനി രാമായണ പാരായണത്തിലേക്ക്. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. അംബികാഹൃദയാനന്ദം മാതൃഭിഃ പരിവേഷ്ടിതം ഭക്തപ്രിയം മദോന്മത്തം വന്ദേഹം ഗണനായകം. വന്ദേഹം ഗണനായകം. വന്ദേഹം ഗണനായകം. ഓം ശ്രീ ഗണേശായ നമ. ശ്രീ ഗണേശായ നമ. ശ്രീ ഗണേശായ നമ. ശ്രീ ഗണേശായ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അപ്രമേയത്രയാതീത നിർമ്മലജ്ഞാനമൂർത്തയേ മനോഗിരാം വിദൂരായ ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം
നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം ശ്രീ ഗുരുഭ്യോ നമ 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 ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ തുഞ്ചത്താചാര്യ വിരചിതം ശ്രീമദ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് 27-ാം ദിവസം. ഔഷധാഹരണ യാത്ര. കൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. ആക്കമേറും വായുപുത്രനുമന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായിക വേണം എന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിതിലാരെന്നു നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിലന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനാർ. പിന്നെയും പാഥോജ സംഭവനന്ദനൻ ജാമ്പവാൻ താതൻ അനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു. കണ്ണുമിഴിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാദരാൽ, നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ? നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ? കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ടു നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ. രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനടോ സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാശരാധീശ്വരൻ തന്നോടു. ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ അവതെല്ലാം തിരയേണമിനിയടോ. ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ അവതെല്ലാം തിരയേണമിനിയടോ. ചോദിച്ചിതാശു വിഭീഷണൻ, എന്തടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്ര സുഗ്രീവാങ്കദാദികളാം അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ? മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും? എങ്കിലോ കേൾക്ക നീ, മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചിതെന്നാകിൽ മറ്റാരും ഇല്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസസംഭവപുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കലാമോദമുൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഞാനിതല്ലോ മരിച്ചില്ലെന്ന് അവൻ കാൽക്കലാമോദമുൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിടിനാൻ. മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല നീ എന്നിയേ. പോകവേണം നീ ഹിമവാനയും കടന്നാകുലമറ്റു കൈലാസശൈലത്തോളം.
കൈലാസ സന്നിധിയിങ്കൽ ഋഷഭാദ്രിമേലുണ്ട് ദിവ്യൗഷധങ്ങളറിക നീ. നാലുണ്ട് ദിവ്യൗഷധങ്ങൾ, അവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നൊന്നടോ പിമ്പു സന്ധാനകരണി, മൂന്നാമതും നല്ല സുവർണകരണി, നാലാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. രണ്ടു ശൃംഗങ്ങൾ ഉയർന്നു കാണാം, അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും, വേദസ്വരൂപങ്ങളെന്നുമറിക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുതനന്ദന പോക നീ വൈകാതെ. യുദ്ധം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു. വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയുമളകാപുരം. മേരുഗിരിയും വൃഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. കാലനേമിയുടെ പുറപ്പാട്. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരും അറിയാതെ ചെന്നു ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നളവ് അന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവതിവിസ്മയം പൂണ്ടവൻ. പൂർണമോദം തൊഴുതു സന്ത്രസ്തനായി അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാൻ. അർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം, ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. ദുഃഖനിപീഡിതനാകിയ രാവണൻ അക്കാലനേമി തന്നോട് ചൊല്ലിയിടിനാൻ. ഇക്കാലവൈഭവം എന്തു ചൊല്ലാവതും ഒക്കെ നിന്നോടു ചൊൽവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണീടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമെയ്തു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു. രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ വെന്നിപ്പറയും അടിപ്പിച്ചിതാത്മജൻ. ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതനന്ദനൻ ഔഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണം അതിന്നു നീ, നിന്നോടുപായവും ചൊല്ലാമതിന്നടോ. താപസനായി ചെന്നു മാർഗമധ്യേ പുക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താപസനായി ചെന്നു മാർഗമധ്യേ പുക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോടു ചൊല്ലിനാൻ. സമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാമമാമെന്നുട വാക്കു കേൾക്കേണമേ. നിന്നെക്കുറിച്ചു മരിപ്പതിനിക്കാലമെന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീജനക്കണക്കെ മരിപ്പാൻ മനതാരിലെനിക്കേതും ഇല്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്ത ജഡാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാൺകടോ.
സീതയെ രാമനു കൊണ്ടക്കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷശുദ്ധായ ശുദ്ധതോയേ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യാനമസ്കാരവും ചെയ്തു ശീഘ്രം ഏകാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി സർവ വിഷയസംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടാത്മാനമാത്മനാ സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും. ആത്മനി കണ്ടാത്മാനമാത്മനാ സ്വാത്മോദയം കൊണ്ട് സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവതിര്യങ് മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനു ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭപര്യന്തമായെന്തോന്നു താൽപ്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സദ്ഗുരുമായെന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിന് അനേകഥാ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിതശ്വേതകൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളടോ തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനയവൾ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളടോ തൻ്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനയവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യം ആത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാപരനേകൻ അവളോട് യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വഹം മായാഗുണവിമോഹത്തിനാൽ. തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വഹം മായാഗുണവിമോഹത്തിനാൽ. ബോധസ്വരൂപനായോരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണും നിതാത്മാവിനെ സ്പഷ്ടമായി സദാ. വേണുന്നതെല്ലാം അവനു വന്നു തഥാ. ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി ആദ്യ പ്രകൃതി വിമുക്തനാത്മാവിധിജ്ഞാത്വാ നിരസ്താശയാ ജിതകാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദം ഏതും വികൽപ്പമില്ലോർക്ക നീയുമേവം സദ് ആത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി ആദ്യ പ്രകൃതി വിമുക്തനാത്മാവിധിജ്ഞാത്വാ നിരസ്താശയാ ജിതകാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദം ഏതും വികൽപ്പമില്ലോർക്ക നീ. ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനേ ഭക്തിപരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ചത്യന്തശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം ഹൃൽ പത്മകർണികാമധ്യേ സുവർണപീഠോൽപലേ രത്നഗണാഞ്ചിതേ നിർമ്മലേ ശ്ലക്ഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാലവിലോചനം ഐരാവതീതുല്യ പീതാംബരധരം ഹാരകിരീടകേയൂരാംഗദാംഗുലീയോരു രത്നാഞ്ചിത കുണ്ടലനൂപുരചാരു കടകകടിസൂത്ര കൗസ്തുഭ സാരസമാല്യ വനമാലികാധരം
ശ്രീവത്സവക്ഷസം രാമം രമാവരം. ശ്രീവത്സവക്ഷസം രാമം രമാവരം. ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം. സർവഹൃദി സ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം. ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. ശ്രീവത്സവക്ഷസം രാമം രമാവരം. ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം. സർവഹൃദിസ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം. ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊല്ലുകയും ഉച്ചരിച്ചും രാമ രാമ ഇതി സന്തതം. ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളും നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊല്ലുകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം. ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളും നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകും. ജന്മജന്മാന്തരത്തിങ്കലുമുള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വെടിഞ്ഞതിഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. വൈരം വെടിഞ്ഞതിഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. ദേവം പരിപൂർണമേകം സദാ ഹൃദി ഭാവിതം ഭാവരൂപം പുരുഷം പരം. നാമരൂപാദിഹീനം പുരാണം ശിവം. രാമദേവം ഭജിച്ചിടു നീ സന്തതം. ദേവം പരിപൂർണമേകം സദാ ഹൃദി ഭാവിതം ഭാവരൂപം പുരുഷം പരം. നാമരൂപാദിഹീനം പുരാണം ശിവം. രാമദേവം ഭജിച്ചിടു നീ സന്തതം. ശിവം രാമദേവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തദ്ഗളം ഛേദിപ്പതിനൊരും വെട്ടു ചൊല്ലിയിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. കാലനേമി ക്ഷണദാചരൻ അന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ. രാക്ഷസരാജദുഷ്ടാത്മൻ മതി രൂക്ഷതാഭാവം ഇതുകൊണ്ടു കിംഫലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പൻ അതെന്നുടെ സദ്ഗതിക്കെന്നു ധരിക്ക നീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്യ സമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ ഭൃശം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ. കാണായിതാശ്രമം മായാവിരചിതം നാനാ മുനിജനസേവിതമായതും ശിഷ്യജനപരിചാരക സംയുതം. ഋഷ്യാശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു നിന്നാൻ. ഇവിടെയൊരാശ്രമമെന്തു മൂലം പണ്ട് കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കണമെൻ മനോവിഭ്രമമല്ലല്ലീ. ചിന്തിച്ചു നിന്നാൻ വായുതനയനും ഇവിടെയൊരാശ്രമമെന്തു മൂലം പണ്ട് കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കേണം എൻ മനോവിഭ്രമമല്ലല്ലീ. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു. കാണാം മഹൗഷധം നിൽക്കും അത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ. യുദ്ധം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ഡമായാശ്രമമശ്രമം. രംഭാപനസഖർജൂരകേരാമ്രാദി സമ്പൂർണമത്യച്ഛതോയവാപീയുധം. കാലനേമിത്രിയാമാചരനും തത്ര ശാലയിൽ ഋത്വിക് സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമാമാർ അനുഷ്ഠിച്ചു ചന്ദ്രചൂഡപ്രസാദം വരുത്തിയിടുവാൻ. ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ
വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനുമിങ്ങനെ ചൊല്ലിനാൻ, രാമദൂതോഹം ഹനുമാൻ ഇതി മമ നാമം പവനജനഞ്ജനാനന്ദനൻ. രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധേ. രാമദൂതോഹം ഹനുമാനിതി മമ നാമം പവനജൻ അഞ്ജനാനന്ദനൻ. രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥമിവിടേക്കു വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ. എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണം, എങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൻ, മാമകമായ കമണ്ഡലുസ്തം ജലമാമയം തീരുവോളം കുടിച്ചിടുക. മാമകമായ കമണ്ഡലുസ്തം ജലമാമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാൻ, ഇനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായ അതുകൊണ്ടു ചൊല്ലിയിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നിടിനാർ. യുദ്ധമാകർണ്യ ചൊന്നാൻ കവി പുങ്കവൻ, എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പെരുതുമേ ദാഹം അതുകൊണ്ടു പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം. വായുതനയനേവം ചൊന്ന നേരത്തുമായ വിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു ഭൂയോ മുതാ കാലനേമിയും ചൊല്ലിനാൻ. നേത്രനിമീലനം ചെയ്ത് പാനീയവും പീത്വാ മമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്കൗഷധം കണ്ടുകിട്ടുവാൻ ഇന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ. എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാൻ അയച്ച വടുവിനോടും മുതാ കണ്ണുമടച്ചു വാപീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ. വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവിവീരനെ തിന്നു കളവാനൊരുമ്പെട്ട നേരത്തു കണ്ണുമിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ. വക്രം പിളർന്നു കണ്ടോരു മകരിയ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കവിവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയിതു ദേഹിയും മിന്നൽ പോലെ തദത്യത്ഭുതം. ദിവ്യവിമാനദേശെ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാംഗിയാം അപ്സര സ്ത്രീ മണിവാദാത്മജനോട് ചൊന്നാൾ അതു നേരം. നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കപിവര. മുന്നമൊരപ്സര സ്ത്രീ ഞാൻ ഒരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും ധന്യമാലീതിമേ നാമം മഹാമതേ. മാന്യനാം നീ ഇനിയൊന്നു ധരിക്കണം അത്ര പുണ്യാശ്രമേ. നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ. രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവകമാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നിതു താപസദേവ ഭൂദേവാദിഹിംസകൻ. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം. ദ്രോണപർവ്വതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാദവംശമശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരവീര കുശലം ഭവിക്കതേ. പോയാളിവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനേമി തന്നന്തികെ ചെന്നാൻ. അവനോട് ചൊന്നാൻ അസുരനും, വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടോ കാലമിനി കളയാതെ വരിക നീ. മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ. ദക്ഷിണയും തന്ന അഭിവാദ്യവും ചെയ്യുക. ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം. തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കവിവരൻ ഒന്നടിച്ചാൻ. അതുകൊണ്ടവനും തഥാ ചെന്നു പുക്കിടിനാൻ ധർമ്മരാജാലയം. ദിവ്യൌഷധഫലം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ ഔഷധാവാസം വൃഷഭാദ്രിയും കണ്ടിതൗഷധം ഒന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻപോടു രാഘവൻ മുമ്പിൽ വെച്ചിണ്ടൽ തീർത്തിയിടിനാൻ വൻപടയ്ക്കന്നേരം. കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും
ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും. ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും. മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണമെന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലായെങ്കിൽ എങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൻ കവിപുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ടു. പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടെ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാന്യധിയിലിട്ടിടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. മേഘനാദവധം. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധൗ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ അർക്കതനയനും അങ്കദനും തഥാ. നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ. വൈക്യഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതെരെ. കൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതും ഒക്കെയൊടുങ്ങി നിശാചരരുൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ ബന്ധു പൊറഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാമനുക്ഷണം. എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതെര വെച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുരഹർമ്മ്യ ഗേഹങ്ങളും കാസീസ കാഞ്ചന രൂപ്യ താമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജിസമൂഹവും തേരുകളും വെന്തു വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിയിപ്പാനനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു ആർത്തി മുഴുത്തു തെരുതെരച്ചാകയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തും ജയിച്ചതുമെത്രയും പാർത്തോളം അത്ഭുതമെന്നു പറകയും. രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജ്യാനാഥ ഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞിതു ചിന്ത മുഴുത്തു ദശാനന വീരനും. കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകുന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ. കുംഭനും താനും പ്രജംഘനും എത്രയും വൻപുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളബിംബം കലർന്നടുത്താർ കവിവീരരും. രാത്രിയിലാർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതെരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചും അടിച്ചും ഇടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായെന്നു ചൊല്ലിയടുക്കയും. വാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം. 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി ബുക്കിതേറ്റ രക്ഷോഗണം. കമ്പനൻ വൻപോടടുത്താൻ അതു നേരം അമ്പുകൊണ്ടേറ്റമകന്നു കവികളും. കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത ജംഭാരി നന്ദനപുത്രനും കോപിച്ചു. കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്താൻ പ്രജംഘനും. യൂപാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചടുത്താരതു നേരം അങ്കദൻ കൗണവന്മാർ മൂവരോടും പൊരുതതിക്ഷീണനായി വന്നിതു ബാലിതനയനും. മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം കൊന്നാൻ പ്രജംഘനത്താരേയനുമഥ. പിന്നെ ഔവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനെയുമഥ. മൈന്ദനും യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ. നക്തഞ്ചരവരന്മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ. വൻപരാം വാനരന്മാരൊക്കെ മണ്ടിനാർ. സുഗ്രീവനും തേരിലാമാറു ചാടി വീണുഗ്രതയോടവൻ വിൽ കളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ധിയിൽ. വാരാന്യധിയും കലക്കി മറിച്ചതിഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജനും അതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ.
സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ പരിഘവുമായുടൻ സംഹാരരുദ്രനെപ്പോലെ രണാജിരെ സിംഹനാദം ചെയ്തടുത്താനതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജനഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ മാരുതി മാറിലടിച്ച നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരിഘവും ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാൻ അതിക്രുദ്ധനായോരു ജഗൽപ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കവിവീരരും ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ പിന്നെ ഖരാത്മജനാം മകരാക്ഷനോടന്യൂന കോപേന ചൊന്നാൻ ദശാനനൻ ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുകെന്ന നേരം മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമൂടും അടുത്തു രണാങ്കണേ പന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്യകീലാകാരമായി ചുരിഞ്ഞിടിനാൻ നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്നഭയം തരികെന്ന് രാമാന്തികെ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ വാനരർ ചെന്നഭയം തരികെന്നു രാമാന്തികെ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുതു നിൽക്കും നേരം ഒന്ന് തളർന്നു ചമഞ്ഞു ഖരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താൻ എയ്തു രാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം പാരിലാമ്മാറു ചാടി ശൂലവും കൊണ്ടു പാരമടുത്ത മകരാക്ഷനെത്തതാ പാവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ചു ദേവകൾ കാപത്തും ഒട്ടുതീർത്തിയിടിനാൻ രാവണിതാനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാനതു കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങും പടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ അപ്പോൾ അതു കണ്ടു മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തഃപുരം ബുക്കിരും അരുളേടുക സന്താപമുണ്ടാകരുതിതു കാരണം യുദ്ധം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുൽസ്ഥനോടിദ്ധമുണർത്തിച്ചരുളിനാൻ നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളേതുടനന്തം വരുത്തുന്നത് എത്ര നാളേക്കു പൊറുക്കണം ഇങ്ങനെ ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർ കുലമുന്മൂലനാശം വരുത്തുക സത്വരം സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടഥ രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു ആയോധനത്തിങ്കൽ ഓടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാതാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ പാതകമുണ്ടാമതല്ലായിലേവനും ഞാനിവനോട് പോർ ചെയ്വനെല്ലാവരും ദീനത എന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികെ സന്നദ്ധനായത് കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കു മായാസീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാസീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും പരവശനായതു വാനരവീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം അയ്യോ വിഭോ രാമരാമേതി വാവിട്ടു മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൾ ചോരയും പാരിൽ പരന്നിതതു കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൻ
ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരം എന്തുള്ളതീശ്വര. നാം ഇനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ. ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോടു സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു പോരിൽ പുറം തിരിഞ്ഞിടുമാറില്ലവൻ. നീ കൂടെയങ്ങു ചെന്നിടുക സത്വരം ലോകേശനന്ദന പാർക്കരുതേതുമേ. യുദ്ധമാകർണ്യവിധിസുതനും കവിസത്തമന്മാരുമായി ചെന്നു ലഘുതരം. എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ. എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ. ഉണ്ടൊരവസ്ഥയുണ്ടായിട്ട് അതിപ്പോഴേ ചെന്നു ജഗൽസ്വാമിയോടുണർത്തിക്കണം. ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്നു ജഗൽസ്വാമിയോടുണർത്തിക്കണം. പോരിക നീയും ഇങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ട് അവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നുട നാശവൃത്താന്തം എപ്പേരുമേ. ഭൂമിയിൽ വീണു മോഹിച്ചു രഘൂത്തമൻ സൗമിത്രിതാനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിയിടിനാൻ. മന്നവൻ തൻ പദം അഞ്ജനാപുത്രനും ഉത്സംഗസീമനി ചേർത്താൻ അതു കണ്ടു നിസ്സജ്ഞരായൊക്കെ നിന്നു കവികളും. ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്കു വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കൈയിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ. അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ. ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാ. മായാനിപുണനാം മേഘനിനാഥൻ ഇക്കാര്യം അനുഷ്ഠിച്ചതെന്തിനെന്നാശു കേൾ. മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംഭിലയിൽ ചെന്നുപുക്കുടൻ തന്നുടെ ഹോമം കഴിപ്പതിനായി കൊണ്ടു കണ്ടോരുപായം അത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണം, അല്ലായിലെന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവസ്വാമിൻ ജയ ജയ മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്കതയാനിധേ. ലക്ഷ്മണനും അടിയനും കപികുല മുഖ്യപ്രവരരുമായിട്ടു പോകണം. ഓർത്തു കാലം കളഞ്ഞിടരുതേതുമേ യാത്രയയക്കേണമെന്ന് വിഭീഷണൻ ചൊന്നതു കേട്ടളവാലസ്യവും തീർന്നു മന്നവൻ പോവാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരികെന്നനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടു മഹാകപിസേനയും രക്ഷോവരനും നടന്നാനതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരി താരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനതനും വീരൻ പനസൻ കുമുദൻ വികടനും വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ശ്വേതൻ ദധിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംഭില പുക്കു നിറഞ്ഞിതു. തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായി അടുത്തു കവികളും എറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാരറ്റമില്ലാതോരോ രാക്ഷസവീരരും. മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരച്ചറ്റകറ്റി ഒഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്തു പോരിനടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംഭിലയാൽ തറമേലേറി നിന്നു ദശാനനപുത്രനുമന്നേരം. കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞീല ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം.
മാരുതനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയമടുത്തിതിവന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തും അത്യർത്ഥം അസ്ത്രങ്ങളെ എയ്തിയിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൾ സുതനുത്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനനപുത്രനും. രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിയിടിനാൽ എത്രയും നന്നെന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാനാസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിക നീ വംശം മുടിക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചുകൊള്ളുവൻ ഇന്നു ഞാൻ അംശുമാലീകുലനായകാനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കും നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും. എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞഥ ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാരാ വിശേഷിച്ചും. കണ്ടുകൊള്ളുകല്ലായെങ്കിൽ ഇന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേകുവൻ. യുദ്ധം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു വാനരവീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ. വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്രാതനയനും. പാരമടുത്ത് 5 ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥിതന്റെ തലയും മുറിച്ച് അതിസാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തികണ്ഠാത്മജനം നേരം ഊറ്റമായോരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ പൂക്കുതേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരുമറിഞ്ഞീല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതില്ലിനിയുണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെപ്പോലെ. യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു ഭൃശം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും. ലാഘവം ചേർത്തു കരേണ ബന്ധിപ്പിച്ചു രാഘവൻ തൻ പദാംഭോരുഹം. മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാൻ. അതു ചെന്നു പങ്ക്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു. സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാ തൂണിയിൽ വന്നു പൊക്കു. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും. ലാഘവം ചേർന്നു കരേണ ബന്ധിപ്പിച്ചു രാഘവൻ തൻ പദാംഭോരുഹം. മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാൻ. അതു ചെന്നു പങ്ക്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു. സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായി അന്തരാ തോണിയിൽ വന്നു പൂക്കുശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടലാമയം തീർന്നിതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വർഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും. താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ താപസന്മാരും ഗഗനചരന്മാരും.
ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റം ആനന്ദിച്ചിതാശു വിരിഞ്ചനുമന്നേരം. ശങ്കാവിഹീനം ചെറുഞാണുലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. ഗാഠമായ ആലിംഗനം ചെയ്തു രാഘവനൂഢമോദം മുകർന്നേടിനാൻ മൂർധനി. ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു, ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിക നീ. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാവണവിലാപം. യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ. വീണിതു ഭൂമിയിൽ മോഹം കലർന്നതിക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാഹാ കുമാരമണ്ഡോദരീ നന്ദന, ഹാഹാ സുകുമാര വീരമനോഹര, മൽക്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതു, ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായി ഉറങ്ങിടുമാറായതു. നമ്മെയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചും അത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നുടെ കാരണമെന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവുമൂങ്ങിച്ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായി എത്രയും വേവധുഗാത്രിയായി. ഹാ രാമ രാമ രാമേതി ജപത്തൊടും ആരാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുപാർശ്വൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പുരസത്തമൻ വൃത്തവാൻ. രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനും അനന്തനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ. സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാധിവാസാത്മാ ജിതേന്ദ്രിയൻ. വേദവിദ്യാം വ്രതസ്നാനപരായണൻ ബോധവാൻ ഭാർഗവശിഷ്യൻ വിനയവാൻ. എന്നിരിക്കെ ഭവാനിന്നു യുദ്ധാന്തരേ നന്നെത്രയും ഓർത്തു കൽപ്പിച്ചതും. സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചരേന്ദ്രപ്രവര പ്രഭോ മയാ സാർദ്ധം വിരവോടു പോരിക പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നുകളഞ്ഞു നീ. ജാനകീദേവിയെ പ്രാപിച്ചുകൊള്ളുക, മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുപാർശ്വൻ പറഞ്ഞതു യാതുധാനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാനമണ്ഡപേ ചെന്നിരുന്നെത്രയും ആസ്തയാ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി. ചെന്നു രക്ഷോബലം രാമനോടേറ്റളവൊന്നൊഴിയാതെയൊടുക്കിനാൻ രാമനും.
മന്നവൻ തന്നോടെതിർത്തിതു രാവണൻ നിന്നു പോർ ചെയ്താൻ അഭേദമായി നിർഭയം. പിന്നെ രഘൂത്തമൻ ബാണങ്ങളെയ്തെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോർത്തതിഭീരുവായി ലങ്കാപുരം ബുക്കനന്തരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം. വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം. ബാലിനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം. പശ്ചാത് രാവണകുംഭകർണഹനനം സമ്പൂർണ്ണ രാമായണം. കല്യാണശീല തവ നല്ല കഥാവിലാസം. വല്ലാതെ ചൊല്ലി മമ ബാലത കൊണ്ടിതാനിം. എല്ലാം പൊറുത്തു മമ സങ്കടമാശു തീർപ്പാൻ. വില്വാദ്രിനാഥ കരുണാകര രാമചന്ദ്രം ഭജേ. മംഗളം ഭഗവാൻ വിഷ്ണോർമംഗളം മധുസൂദന. മംഗളം പുണ്ടരീകാക്ഷോ മംഗളം ഗരുഡധ്വജ. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാംബുധേ. ചക്രവർത്തിതനൂജായ സാർവഭൗമായ മംഗളം. ത്വമേവ മാതാ ച പിതാ ത്വമേവ. ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ. ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ. ത്വമേവ സർവം മമ ദേവദേവ. ഓം നമോ ഭഗവതേ ശ്രീരാമകൃഷ്ണായ. ത്വമേവ സർവം മമ ദേവദേവ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വര. ശ്രീരാമകൃഷ്ണായ രക്ഷ രക്ഷ മഹേശ്വര. രക്ഷ രക്ഷ മഹേശ്വര. കരചരണകൃതം വാക്കായജം കർമ്മജം വാ. ശ്രവണനയനജം വാ മാനസം വാപരാധം. വിഹിതമവിഹിതം വാ സർവമേതത് ക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. സർവമേതത് ക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.
ഓം സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു സർവേഷാം മംഗളം ഭവതു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്.